നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഉംറ വിസയിൽ സൗദിയിലെത്തുന്നവർ ആവശ്യമായ വാക്സിനുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിമാന കമ്പനികൾ ഉറപ്പുവരുത്തണമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. വിമാന കമ്പനികൾക്ക് സർക്കുലർ അയച്ചു. നൈസീരിയ, മെനിഞ്ചൈറ്റിസ് ഉൾപ്പെടെയുള്ള മുഴുവൻ വാക്സിനുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം. അർബൻ ബാങ്കിലെ നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLA നൽകിയ ശുപാർശ കത്ത് പുറത്ത്. കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് സ്വീപ്പർ നിയമനം നൽകണമെന്ന് കത്തിൽ. NM വിജയന്റെ മരണത്തിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ വയനാട് ജില്ലാ കോടതി. ഒളിവിലല്ലെന്ന് IC ബാലകൃഷ്ണൻ. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ 120 കോടി രൂപ ചെലവഴിക്കാൻ മാനദണ്ഡങ്ങൾ നോക്കേണ്ടെന്ന് കേന്ദ്രം. അതിതീവ്ര ദുരന്തമായതിനാൽ വിദേശത്ത് നിന്നുൾപ്പെടെ ധനസഹായം സ്വീകരിക്കാമല്ലോ എന്ന് കോടതി. ആലപ്പുഴ CPM-ലെ വിഭാഗീയത അവസാനിപ്പിക്കണമെന്ന് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി. വിഭാഗീയതയിലും വോട്ട് ചോർച്ചയിലും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് പാർട്ടി നയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായി മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ലെന്ന് ബിനോയ് വിശ്വം. യാത്രയായി കരയിൽ നീ മാത്രമായി, കരയിൽ നീ മാത്രമായി. പ്രിയ ഗായകൻ P. ജയചന്ദ്രന് ആദരാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. സംഗീത നാടക അക്കാദമിയിലും തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലും പൊതുദർശനം. സംസ്കാരം നാളെ എറണാകുളം ചേന്ദമംഗലത്തെ പാലിയം തറവാട്ടിലെ ശ്മശാനത്തിൽ. അയർലൻഡിനെതിരായ 1-ാം ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് വിജയം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 4000 റൺസ് നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരമായി സ്മൃതി മന്ദാന. വാർത്തകൾ വിശദമായി നോക്കാം. കുവൈറ്റിൽ ഡ്രൈവറും ഒപ്പമിരുന്നയാളും സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നാൽ വാഹന ഉടമയ്ക്കെതിരെ നിയമലംഘനം ചുമത്തും. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് അവയർനെസ് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ബു ഹസനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സഹയാത്രികനും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ടെന്ന് വാഹനത്തിന്റെ ഡ്രൈവർ ഉറപ്പാക്കണം. സീറ്റ് ബെൽറ്റ് ലംഘനത്തിനും ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചതിനും 18,778 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. കുവൈറ്റിൽ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സേവനങ്ങൾക്ക് 2025 മെയ് മുതൽ ഒരു പുതിയ ഫീസ് ഘടന നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2021 ക്യാബിനറ്റ് പ്രമേയം നമ്പർ 956-ന്റെ ഭാഗമായാണ് ഈ നീക്കം. പൊതുകരുതൽ ധനത്തിലെ പണലഭ്യത കുറയുന്നത് പരിഹരിക്കാനും രാജ്യത്തിന്റെ ബജറ്റ് കമ്മിക്ക് പരിഹാരം കാണാനുമാണ് ശ്രമം. പുതിയ നിയന്ത്രണത്തിന് അന്തിമ രൂപം നൽകുന്നതിനും ആവശ്യമായ അനുമതികൾ നേടുന്നതിനുമായി ലൈസൻസിംഗ് വകുപ്പ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുമായി അതോറിറ്റി ഏകോപനം തുടരുകയാണ്. അടുത്ത 8 വർഷങ്ങൾക്കുള്ളിൽ ദുബായിൽ പുതിയ 100 സ്കൂളുകൾ കൂടി തുറക്കും. ഇന്ത്യൻ സിലബസ്, UK സിലബസ് എന്നിവ ഉൾപ്പെടെ പിന്തുടരുന്ന സ്കൂളുകളാകും പ്രവർത്തനം ആരംഭിക്കുക. 2024-25 അധ്യയന വർഷത്തിൽ പുതിയ 10 സ്കൂളുകൾ ദുബായിൽ തുറന്നിരുന്നു. നിലവിൽ 227 സ്വകാര്യ സ്കൂളുകളിൽ 185 രാജ്യങ്ങളിൽ നിന്നുള്ള 38 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ദുബായിൽ വിദ്യാഭ്യാസം തേടുന്നുണ്ട് എന്നാണ് കണക്ക്. UK സിലബസ് ഉള്ള സ്കൂളുകളാണ് ദുബായിൽ കൂടുതലുള്ളത്. ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന സ്കൂളുകളാണ് രണ്ടാമത്. എല്ലാ വിഭാഗത്തിലുമുള്ള വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം നൽകുക എന്നിവയാണ് കൂടുതൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന്റെ ലക്ഷ്യം. ലോകോത്തര വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും അർപ്പണബോധമുള്ള അധ്യാപകർക്കും ദുബായ് ഇഷ്ടയിടമായി തുടരുമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ജനറൽ ആയിഷ മിറാൻ പറഞ്ഞു.
ഉംറ വിസയിൽ സൗദിയിലേക്ക് വരുന്നവരും ഉംറ നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റു വിസകളിൽ സൗദിയിലേക്ക് വരുന്നവരും ആവശ്യമായ വാക്സിനുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സൗദി വിമാനത്താവളങ്ങളിൽ സർവീസ് നടത്തുന്ന മുഴുവൻ വിമാന കമ്പനികളും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ സർക്കുലർ അയച്ചു. നൈസീരിയ മെനിഞ്ചൈറ്റിസ് അടക്കം ആവശ്യമായ മുഴുവൻ വാക്സിനുകളും യാത്രക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആരോഗ്യ മന്ത്രാലയ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് യാത്രക്കാരെ അറിയിക്കണമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കുന്നു. 47ാമത് കിങ് ഫൈസൽ ഇന്റർനാഷണൽ അവാർഡ് ജേതാക്കളെ റിയാദിൽ നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കിങ് സയ്യിദ് സർവകലാശാലയിലെ 2 പ്രൊഫസർമാർ, സെല്ലുലാർ തെറാപ്പിയിൽ മുന്നേറ്റം കൈവരിച്ച കനേഡിയൻ ശാസ്ത്രജ്ഞൻ, കാർബൺ നാനോ ട്യൂബുകളിൽ മുൻനിര ഗവേഷണങ്ങൾ നടത്തുന്ന ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ എന്നിവർ അറബ് ലോകത്തെ ഏറ്റവും വിലപ്പെട്ട പുരസ്കാരത്തിന് അർഹരായി. 45 രാജ്യങ്ങളിൽ നിന്നുള്ള 295 പേർക്ക് ഇതുവരെ കിങ് ഫൈസൽ അവാർഡുകൾ സമ്മാനിച്ചതായി അവാർഡ് പ്രഖ്യാപന ചടങ്ങിൽ സംസാരിച്ച കിങ് ഫൈസൽ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ ബന്ദർ ബിൻ സൗദ് ബിൻ ഖാലിദ് രാജകുമാരൻ പറഞ്ഞു. ഇസ്ലാമിക സേവന വിഭാഗത്തിൽ കിങ് ഫൈസൽ അവാർഡ് വിജയിയെ ഈ മാസാവസാനം പ്രഖ്യാപിക്കുമെന്നും ബന്ദർ ബിൻ സനദ് ബിൻ ഖാലിദ് രാജകുമാരൻ പറഞ്ഞു. ആറ്റിങ്ങൽ നോൺ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബസംഗമം ജനുവരി 12 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ദുബായ് മുഷ്രിഫ് പാർക്കിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും മത്സരങ്ങളും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0509447020 അല്ലെങ്കിൽ 0505529690 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇനി മറ്റു വാർത്തകൾ നോക്കാം. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകളുടെ നിയമനത്തിനായി MLA IC ബാലകൃഷ്ണൻ നൽകിയ ശുപാർശ കത്ത് പുറത്ത്. നേതാക്കളുടെ കോഴ ഇടപാടിൽ കുരുങ്ങി ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറർ NM വിജയൻ മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട ഒഴിവിലെ നിയമനത്തിനു വേണ്ടിയാണ് കത്ത് നൽകിയത്. സംഭവത്തിൽ CPM സ്പീക്കർക്കും ലോകായുക്തയ്ക്കും പരാതി നൽകി. അമൃത വാർത്തകളാണ് കത്ത് ആദ്യം പുറത്തുവിട്ടത്. അർബൻ ബാങ്കിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് MLAയുടെ ശുപാർശ കത്ത്. MLAയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലായിരുന്നു DCC പ്രസിഡന്റായിരിക്കെ ബാങ്ക് പ്രസിഡന്റായിരുന്ന ഡോക്ടർ സണ്ണി ജോർജിന് കത്ത് നൽകിയത്. DCC ട്രഷറർ NM വിജയനൊപ്പം ആത്മഹത്യ ചെയ്ത മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട ഒഴിവിലേക്കായിരുന്നു നിയമന ശുപാർശ. തന്റെ മകനെ പിരിച്ചുവിട്ട് മറ്റൊരാളെ നിയമിച്ച ആഘാതം തനിക്ക് താങ്ങാൻ പറ്റിയില്ലെന്ന് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. MLA സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നാരോപിച്ച് CPM പരാതി നൽകി. തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇന്നയാളെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് IC ബാലകൃഷ്ണൻ ശുപാർശ കത്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ലെറ്റർ പാഡ്, ഔദ്യോഗിക മുദ്ര എല്ലാം ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. നിയമസഭാംഗം എന്ന നിലക്കുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിയമസഭാംഗ പദവിയിൽ നിന്ന് അയോഗ്യനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർക്ക് പരാതി അയക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകൻ്റെ പദവി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. അത് പരിശോധിക്കേണ്ട ലോകായുക്തയാണ്. ലോകായുക്തയ്ക്ക് പരാതി കൊടുക്കുന്നുണ്ട്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുകയും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയും ചെയ്ത MLAക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂരാണ് ബത്തേരി പോലീസിനും വിജിലൻസിനും പരാതി നൽകിയത്. മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, ലോകായുക്ത എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് തടഞ്ഞു കോടതി. IC ബാലകൃഷ്ണൻ MLAയുടെയും ND അപ്പച്ചന്റെയും അറസ്റ്റാണ് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷ കണക്കിലെടുത്താണ് കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം. കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം താൻ ഒളിവിലാണെന്ന വാർത്തകൾ IC ബാലകൃഷ്ണൻ MLA ലംഘിച്ചു. അദ്ദേഹം അതിനെതിരെ രംഗത്ത് വന്നു. NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും KK ഗോപിനാഥനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിലും KK ഗോപിനാഥൻ ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യം തേടി. മൂവരുടെയും മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. 2 നേതാക്കളുടെയും അറസ്റ്റ് 15 വരെ തടഞ്ഞ് കോടതി വാക്കാൽ പോലീസിന് നിർദ്ദേശം നൽകി. കേസ് ഡയറി ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. അതേസമയം താൻ ഒളിവിൽ പോയെന്ന വാർത്തകൾ നിഷേധിച്ച് IC ബാലകൃഷ്ണൻ MLA രംഗത്ത് വന്നു. വീഡിയോ സന്ദേശത്തിലായിരുന്നു MLAയുടെ പ്രതികരണം. എൻ്റെ പേരിൽ ചുമത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒളിവിലാണെന്ന് വ്യാജ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുകയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി
കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നും നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയതെന്നാണ് വിജയൻ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നിയമനത്തിന് പണം വാങ്ങിയത് MLA ആണെന്ന് ആരോപിക്കുന്ന കത്തിൽ ഈ വിവരങ്ങളെല്ലാം KPCC നേതൃത്വത്തിന് അറിയാമെന്നും പറയുന്നുണ്ട്. പ്രശ്നമായപ്പോൾ ആരും സഹായിച്ചില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രമുഖ നേതാക്കൾക്കെതിരെ കേസെടുത്തതോടെ വയനാട് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായി. ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാനുള്ള യോഗം വിളിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയാണ് നിലവിൽ. അമൃത ന്യൂസ്, വയനാട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി വിനിയോഗിക്കാൻ അനുമതി നൽകിയെന്നും കേന്ദ്രം. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നടപടികൾ ദുരന്തബാധിതരോട് ആലോചിക്കാതെയെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. ആക്ഷേപങ്ങൾ അമിക്കസ് ക്യൂറിയെ അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും. അടിയന്തരമായി ജാമ്യഹർജി പരിഗണിക്കേണ്ട കാര്യം എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജാമ്യഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് കോടതി പറഞ്ഞു. അതേസമയം പരാമർശം ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ഹരിപ്പാട് ശബരീസ് കൺവെൻഷൻ സെന്ററിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സാന്നിധ്യത്തിൽ മുതിർന്ന പ്രതിനിധി G വേണുഗോപാൽ പതാക ഉയർത്തി. കേരളത്തെ സാമ്പത്തികമായി ദുർബലപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും വോട്ടിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന പാർട്ടികളായി കോൺഗ്രസും ലീഗും മാറിയെന്നും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 3 ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നു എന്നതാണ് ആലപ്പുഴ സമ്മേളനത്തിന്റെ പ്രത്യേകത. ന്യായമായ സംസ്ഥാന നികുതി വിഹിതം ലഭിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം നിരാകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ദേശീയപാതാ വികസനം ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ തുടരുന്നതുകൊണ്ടാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. സമ്മേളനങ്ങൾ നമുക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കൃത്യമായ 3 വർഷ ഇടവേളയിൽ നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുന്നതാണ്. പ്രതിഭ MLA എക്സൈസ് കേസ് വിവാദം, CPM വിട്ട് BJPയിൽ ചേർന്ന ബിപിൻ സി ബാബു തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. പാർട്ടിക്കുള്ളിൽ ജില്ലാ നേതൃമാറ്റ ചർച്ചയും സജീവമാണ്. എന്നാൽ നിലവിലെ സെക്രട്ടറി R നാസർ തുടരാനാണ് സാധ്യത. 2018 സജി ചെറിയാൻ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് നാസർ ആ പദവിയിൽ എത്തിയത്. 3-ാം ഊഴം സാധ്യമെങ്കിലും ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും നാസറിന്റെ ശൈലിക്കെതിരെ ശക്തമായ വിമർശനമുണ്ട്. മുതിർന്ന നേതാവ് KH ബാബുജാൻ, H സലാം MLA, K പ്രസാദ്, TK ദേവകുമാർ, മനു C പുളിക്കൽ തുടങ്ങിയവരും സാധ്യതാ പട്ടികയിലുണ്ട്. പലതവണ സംസ്ഥാന നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടും കായംകുളം പോലുള്ള ചിലയിടങ്ങളിലെ പ്രതിസന്ധി അവസാനിക്കാത്തത് പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും ചർച്ചയാകും. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച ശനിയാഴ്ച വരെ തുടരും. ഞായറാഴ്ച വൈകിട്ട് 5-ന് മണ്ണാർശാല മൈതാനത്ത് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അമൃത ന്യൂസ്, ആലപ്പുഴ. വിഭാഗീയ പ്രവർത്തനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പിണറായി പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാവിന്റെ പിന്തുണ കിട്ടുമെന്ന് കരുതരുത്. വോട്ട് ചോർന്നതിൽ സംഘടനാപരമായ പരിശോധന താഴെത്തട്ടിൽ നടന്നില്ല എന്നും ചോർന്ന വോട്ടുകൾ ശക്തമായ പ്രവർത്തനത്തിലൂടെ തിരിച്ചുപിടിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വലതുപക്ഷ മാധ്യമങ്ങളെ പ്രതിരോധിക്കാൻ ദേശാഭിമാനിയുടെ പ്രചാരണം ഊർജിതമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അണികൾക്കുള്ള മദ്യപാന വിലക്കിന് ഇളവ് നൽകി CPI. മദ്യപിക്കാം, എന്നാൽ അമിതമാവരുതെന്നാണ് പാർട്ടി പ്രവർത്തകർക്കുള്ള നിർദ്ദേശം. പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച പുതിയ പെരുമാറ്റച്ചട്ടം തിരുവനന്തപുരം അടക്കം പല ജില്ലാ നേതൃയോഗങ്ങളിലും ചർച്ച ചെയ്ത് പാസാക്കി. ഏറെ വർഷങ്ങൾക്കിപ്പുറമാണ് CPI മദ്യപാന വിഷയത്തിൽ നിലപാട് തിരുത്തുന്നത്. ഇനി അങ്ങോട്ട് മദ്യനിരോധനമില്ല, ചെറിയൊരു നിയന്ത്രണം മതി എന്നതാണ് പാർട്ടി ലൈൻ. അങ്ങനെ മദ്യവർജനമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഇടത് സർക്കാർ ബാറുകളുടെയും ബിവറേജുകളുടെയും എണ്ണം കൂട്ടിയതിന് പിന്നാലെയാണ് CPIയുടെയും നിലപാട് മയപ്പെടുത്തൽ.
നേതാക്കളും പ്രവർത്തകരും മദ്യപാനം പതിവാക്കുന്നത് ഒഴിവാക്കണമെന്നും പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കും പെരുമാറ്റച്ചട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മദ്യപിച്ചുകൊണ്ട് പൊതുപതിയിൽ ഹാജരാകാൻ പാടില്ല. മദ്യവചനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ. അത് ഉറപ്പാണ്. ഒരാൾക്ക് മദ്യപാന ശീലം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് അയക്കൂ. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ജില്ലാ കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സ്വാഗതം ചെയ്യപ്പെട്ടു. മദ്യപാനത്തിൽ മാത്രമല്ല പാർട്ടി ഘടകങ്ങൾക്ക് സ്വീകരിക്കാവുന്ന സംഭാവനയുടെ പരിധിയും CPI ഉയർത്തി. ബ്രാഞ്ചുകൾക്ക് ഒരാളിൽ നിന്ന് പരമാവധി 3000 രൂപ വരെ സ്വീകരിക്കാം. നേരത്തെ ഇത് 1000 രൂപയായിരുന്നു. ലോക്കൽ കമ്മിറ്റികൾക്ക് സ്വീകരിക്കാവുന്ന സംഭാവന 10000 രൂപയുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആകാശത്തു പിൻകിന്നരൻ മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രന് സംഗീത ലോകത്തിന്റെ വിട. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തൃശൂർ പൂങ്കുന്നത്തെ തറവാട്ട് വീട്ടിലേക്കും കേരള സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലേക്കും 10,000-ങ്ങളാണ് എത്തിയത്. സംസ്കാര ചടങ്ങുകൾ നാളെ 3:30 ശേഷം പറവൂർ ചേന്നമംഗലം പാലിയത്ത് തറവാട്ടിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. വിടവാങ്ങിയത് പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭയെന്ന് പ്രമുഖർ അനുസ്മരിച്ചു. സ്വരമാധുര്യം കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച ഭാവഗായകൻ ഇനിയില്ല. ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന അതിമനോഹര ഗാനങ്ങൾ ബാക്കിയാക്കി വിടവാങ്ങുന്നത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകൻ. ഭാവഗായകന്റെ ഭൗതികദേഹത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് 10,000-കണക്കിന് ആളുകളാണ്. രാവിലെ 9 മണിയോടെയാണ് ഭൗതികദേഹം ആശുപത്രിയിൽ നിന്നും പൂങ്കുന്നത്തെ തറവാട്ട് വീട്ടിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചത്. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് P. ജയചന്ദ്രനെ അവസാനമായി കാണാനെത്തിയത്. 11 മണിയോടെ തൃശൂർ റീജിയണൽ തിയേറ്ററിലായിരുന്നു പൊതുദർശനം. അവിടെയും ഭാവഗായകനെ കാണാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. സംവിധായകരായ സത്യനന്ദിക്കാട്, കമൽ, ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ തുടങ്ങി നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിയോടെ ഭൗതികദേഹം വീണ്ടും പൂങ്കുന്നത്തേക്ക് എത്തിച്ചു. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരും അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തി. നാളെ രാവിലെ 7:30-യോടെ P. ജയചന്ദ്രന്റെ ഭൗതികദേഹം വഹിച്ച ആംബുലൻസ് വാഹനം പറവൂരിലേക്ക് യാത്ര തിരിക്കും. ചേന്ദമംഗലം പാലിയത്ത് തറവാട്ട് വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അമൃത ന്യൂസ്, തൃശൂർ. ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നികത്താനാകാത്ത വേർപാടാണ് P. ജയചന്ദ്രന്റേതെന്ന് ഗായകനും അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ TN കൃഷ്ണചന്ദ്രൻ. എല്ലാ തലമുറകളിലും ഉൾപ്പെട്ടവരെ ഒരുപോലെ പ്രചോദിപ്പിച്ച ഗായകനായിരുന്നെന്നും ആർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹമെന്നും അനുസ്മരിച്ചു. ജയേട്ടൻ്റെ വേർപാടെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും നഷ്ടമാണ്. പക്ഷെ അത് ഇന്നെവിറ്റബിളാണ്. നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മലയാളത്തിലെ ഈ ഭാവഗായകൻ എന്ന് പറയുന്നൊരു സംഭവം എന്നുവെച്ചാൽ ജയേട്ടൻ പാടുന്ന പാട്ടുകളിലൂടെ വരുന്ന ചില ചെറിയ നുണുക്കങ്ങളുണ്ട്, ചില ചെറിയ സംഗതികളെന്ന് പറയും. അത് നമുക്ക് പെട്ടെന്ന് കേൾക്കുന്ന ഒരു പാട്ട് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. പാട്ടിൻ്റെ വളരെ ഇൻറ്റീരിയറായിട്ട് പോകുന്നവർക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ജയേട്ടന് മാത്രം പറ്റുന്നതാണ്. അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗായകനാണ്. നമുക്ക് ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗായകനാണ്, സ്വഭാവത്തിൻ്റെ കാര്യത്തിലും പാട്ടിൻ്റെ കാര്യത്തിലും. അപ്പോൾ ജയേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി ഞാൻ നേരുകയാണ്. നമുക്ക് ജയേട്ടനെ പറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കാം. ഇനി വരുന്ന തലമുറയ്ക്ക് ജയേട്ടൻ്റെ പാട്ടുകൾ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള അവതരണത്തിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് റിപ്പോർട്ടർ ചാനലിലെ അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കലോത്സവത്തിൽ പങ്കെടുത്ത് ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായി വേഷമിട്ട കുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ നടത്തുന്ന സംഭാഷണത്തിന്മേലായിരുന്നു ദ്വയാർത്ഥ പ്രയോഗം. ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. മുൻഭാഗത്ത് കൂടി ബസ്സിനെ മറികടക്കുന്നതിനിടെ കുട്ടി കാൽവഴുതി ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. കുട്ടി വീണത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ബസ്സിന്റെ പിൻഭാഗം കുട്ടിയുടെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങുകയായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി. മണികണ്ഠൻ, ശരണ്യ
എന്നിവരുടെ മകളാണ് മരിച്ച കൃഷ്ണേന്ദു. കൃഷ്ണേന്ദുവിന്റെ വിയോഗം അതീവ ദുഃഖകരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അപകടം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. Amritam Co-Powered by Bharat Lachna Multi-State Housing Cooperative Society Limited. ശബരിമലയിൽ കാനനപാത വഴിയെത്തുന്ന വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തർക്ക് യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ്. ജനുവരി 11 മുതൽ 14 വരെയാകും യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കുക. എരുമേലി മുക്കുഴി കാനനപാതയിലൂടെ വെർച്വൽ ക്യൂ വഴി ഇതിനകം ബുക്ക് ചെയ്ത തീർത്ഥാടകരെ കടത്തിവിടും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്ത ഭക്തർക്ക് ഇളവ് അനുവദിക്കില്ല. സ്പോട്ട് ബുക്കിംഗ് ഇനിയുള്ള ദിവസങ്ങളിൽ നിലയ്ക്കലിൽ മാത്രമായിരിക്കും ലഭ്യമാകുക. അന്തരിച്ച സാഹിത്യകാരി സുഗതകുമാരിയുടെ നവതിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സുഗത സൂക്ഷ്മവനം പദ്ധതിക്ക് കൊല്ലം പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലും തുടക്കമായി. കേന്ദ്രമന്ത്രി എൽ മുരുകൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കല്ലുവാതിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശാന്തിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ സന്ദേശം പകർന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പദ്ധതി അവതരിപ്പിച്ചു. ബ്രഹ്മചാരി സുനിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ P, റിട്ടയർഡ് അധ്യാപകൻ VJ ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം മുരളീധരൻ, അമൃത സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗിരിജകുമാരി, PTA പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് പുറപ്പെട്ടു. അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളാണ് ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട വാഹന വ്യൂഹത്തിലുള്ളത്. ഫ്ളാഗ് ഓഫ് ഫരീദാബാദ് ടിഗാവ് MLA രാജേഷ് നഗർ നിർവഹിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരിയും മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായി. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ മെഡിക്കൽ സംഘമാണ് പുറപ്പെട്ടത്. കുംഭമേള കേവലം മതപരമായ ചടങ്ങ് മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ടിഗാവ് MLA രാജേഷ് നഗർ പറഞ്ഞു. വ്യത്യസ്ത സംസ്കാരങ്ങൾക്കിടയിൽ സ്നേഹം ഊട്ടിയുറപ്പിക്കുക എന്ന സന്ദേശമാണ് മെഡിക്കൽ സംഘത്തെ കുംഭമേളയ്ക്ക് അയച്ചതിലൂടെ അമൃത ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി പറഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെ 60 പേരാണ് മെഡിക്കൽ സംഘത്തിലുള്ളത്. ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർക്കൊപ്പം യുവജന സംഘടനയായ അയുത്ത് അംഗങ്ങൾ, മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള വോളണ്ടിയർമാർ എന്നിവരും പ്രയാഗ്രാജിലെത്തും. അൾട്രാസൗണ്ട് സ്കാനിംഗ്, എക്കോ ടെസ്റ്റ്, എക്സ്റേ, ഓട്ടോമാറ്റിക് ലബോറട്ടറി, ECG, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നീ സൗകര്യങ്ങളുള്ള കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ വാനും വാഹന വ്യൂഹത്തിലുണ്ട്. വാനിൽ സജ്ജമാക്കിയിട്ടുള്ള മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അടിയന്തര സാഹചര്യങ്ങളിൽ ലേബർ റൂമാക്കി മാറ്റാനും സാധിക്കും. 50 ലക്ഷം രൂപയുടെ മരുന്നുകളും കുംഭമേളയ്ക്കായി ആദ്യഘട്ടത്തിൽ അമൃത സമാഹരിച്ചിട്ടുണ്ട്. മെഡിക്കൽ വാനിന് പുറമെ ഡിഫ്രിബിലേറ്റർ, വെന്റിലേറ്റർ സംവിധാനങ്ങളുള്ള D-ലെവൽ ആംബുലൻസും 10 ബെഡുകളുള്ള താൽക്കാലിക ആശുപത്രിയും പ്രയാഗ്രാജിൽ അമൃത സജ്ജമാക്കിയിട്ടുണ്ട്. കുംഭമേള ആരംഭിക്കുന്ന ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെ അമൃതയുടെ മെഡിക്കൽ സേവനങ്ങൾ 24 മണിക്കൂറും പ്രയാഗ്രാജിൽ ലഭ്യമായിരിക്കും. മെഡിക്കൽ വാനിന് പുറമെ ജേലാബ് വാൻ, മൊബൈൽ മാമോഗ്രാഫി യൂണിറ്റ് എന്നിവയും പ്രയാഗ്രാജിലെത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സുഗത നവതിയുടെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രിയും പട്ടികജാതി ദേശീയ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ എൽ മുരുകൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരിയുടെ 90ാമത് ജന്മദിനത്തിന്റെ ഭാഗമായാണ് കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ വൃക്ഷത്തൈ നട്ടത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ അയൂത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പാർലമെന്ററി കാര്യമന്ത്രിയും പട്ടികജാതി ദേശീയ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ എൽ മുരുകൻ ഉദ്ഘാടനം നിർവഹിച്ചു. birth anniversary celebrations. We are to tribute her in the every district. They are conducting Sugada Samavanam, Orutai Nada. How a wonderful program they launched. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, അമൃത CIR വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യ, സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ DS ശിവാനന്ദൻ, പ്രൊഫസർ നാരായണൻ നായർ, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി എന്നിവർ പങ്കെടുത്തു.
അമൃതപുരി ക്യാമ്പസിലെ അധ്യാപക, അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കാളികളായത്. അമൃത ന്യൂസ്, കൊല്ലം. അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിൽ അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ സയൻസ് ഫെസ്റ്റ് സയൻസ് ക്വിസിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സയൻസ് ക്വിസിൽ ദേശീയതല ക്വിസ് മത്സരങ്ങളും സയൻസ് എക്സ്പോയും അടക്കം വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രഗത്ഭരടക്കം നിരവധി പ്രമുഖർ സയൻസ് ക്വിസിൽ സാന്നിധ്യമറിയിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന ആശയങ്ങളും സാങ്കേതിക ജ്ഞാനവും പങ്കുവയ്ക്കുന്ന ദ്വിദിന ദേശീയ സയൻസ് ഒളിമ്പ്യാഡാണ് സയൻസ് ക്വിസ്റ്റ്. ദേശീയതല ബ്രെയിൻ ക്വിസ്റ്റ്, മാത്ത് ക്വിസ്റ്റ്, ശില്പശാലകൾ, പ്രഭാഷണങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവയ്ക്കൊപ്പം ISRO, അമൃത മെഡിക്കൽ സയൻസസ്, അമൃത റിസർച്ച് സെന്റർ തുടങ്ങിയ പ്രമുഖ വിജ്ഞാന ഏജൻസികളുടെ സ്റ്റാളുകൾ ഉൾപ്പെട്ട സയൻസ് എക്സ്പോയും സയൻസ് ക്വിസ്റ്റിന്റെ സവിശേഷതയാണ്. സയൻസ് ക്വിസ്റ്റ് 2025 നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് യുവജനങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിനിടയിൽ സയൻസിനോടൊരു അഭിരുചി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് സയൻസ് ക്വിസ്റ്റിൽ നമ്മൾ 3 ഫ്ലാഗ്ഷിപ്പ് ഇവൻറ്റ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു മെഗാ സയൻസ് എക്സ്പോ, സയൻസ് എക്സിബിഷൻ. അതുകൂടാതെ 2 ക്യൂസസ്, ഒന്ന് മാത്സിലും ഒരു മാത്സ് ക്യൂസും ഒരു സയൻസ് ക്യൂസുമാണ് ഉള്ളത്. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ SHAR ഡയറക്ടർ ഡോക്ടർ A. രാജരാജൻ സയൻസ് ക്വിസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. This is Kerala is a land where many things have been put. We are the epitome of mathematics and Kanishta Sastram and this one. So you have to look at this aspect and bring in this quiz so that you learn further. It's all available. I'm not saying that you have to do only this. Take this knowledge and then put it into use of many theories, and so that you become a better person. കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ് ഡീൻ ഡോക്ടർ ഗീതാകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ M. നിധീഷ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ, അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പാർലമെന്ററി കാര്യമന്ത്രിയും പട്ടികജാതി ദേശീയ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ L. മുരുകൻ സയൻസ് ഒളിമ്പ്യാഡിന് ആശംസകൾ നേർന്നു. രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികളാണ് ഒളിമ്പ്യാഡ് സന്ദർശിക്കുക. പ്രശസ്ത ക്വിസ് മാസ്റ്റർ സ്നേഹജ് ശ്രീനിവാസ് ക്വിസ് മത്സരങ്ങൾ നയിക്കും. സയൻസ് ക്വിസ്റ്റ് ശനിയാഴ്ച സമാപിക്കും. ISRO ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AK അഷ്റഫ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അമൃത ന്യൂസ്, കൊല്ലം. അയർലൻഡിനെതിരായ 1-ാം ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് 6 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 238 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തു. 89 റൺസ് എടുത്ത പ്രതിക റാവലിന്റെയും 41 റൺസ് എടുത്ത സ്മൃതി മന്ദാനയുടെ മികവിലാണ് ഇന്ത്യൻ ജയം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 4000 റൺസ് നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതാ താരമായിരിക്കുകയാണ് സ്മൃതി മന്ദാന. അയർലൻഡ് വനിതകൾക്കെതിരായ 1-ാം ഏകദിനത്തിലാണ് താരം ചരിത്രം കുറിച്ചത്. 29 പന്തിലാണ് മന്ദാന 41 റൺസ് എടുത്തത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.